നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ എം സ്വരാജിന്റെ വിജയം ഉറപ്പാക്കാൻ CPM-നേക്കാൾ താല്പര്യം BJP-ക്കാണോ? BJP-യുടെ അവിടുത്തെ പ്രവർത്തനം കണ്ടാൽ അങ്ങനെ തോന്നുമെന്നാണ് നിലമ്പൂരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ UDF-ലേക്ക് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് ചില UDF നേതാക്കൾ രഹസ്യമായി പറയുന്നത്. കാരണം ക്രൈസ്തവ വോട്ടുകൾ UDF-ലേക്ക് പോകാതെ ഭിന്നിച്ച് BJP-ക്ക് പോവുകയാണെങ്കിൽ എം സ്വരാജിന് കുറച്ച് മുൻതൂക്കം ലഭിക്കും. അത് സംഭവിക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ BJP-യുടെ പ്രചരണം അവിടെ മുന്നോട്ട് പോകുന്നത്. കാര്യമായ പ്രചരണ സംവിധാനങ്ങളൊന്നും BJP നിലമ്പൂരിൽ ഒരുക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP-യുടെ പ്രമുഖ നേതാക്കളാരും ഇതുവരെ എത്തിയിട്ടുമില്ല എന്ന് മാത്രമല്ല, നിലമ്പൂരിലുള്ള BJP-യുടെ പ്രമുഖ നേതാക്കൾ പലരും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. ഇവരൊക്കെയാണ് ശരിക്കും BJP-ക്ക് വോട്ടുണ്ടാക്കി കൊടുക്കേണ്ട ആളുകൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം BJP-ക്ക് വോട്ടുണ്ടാകുന്നത് കൃത്യമായ BJP കുടുംബങ്ങളിൽ നിന്നാണ്. RSS-മായി ബന്ധപ്പെട്ട BJP-യുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും കൃത്യമായ വോട്ടുകൾ BJP-ക്ക് അവിടെ ലഭിക്കും. ഇത്തവണ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നുള്ളൊരു സംസാരം പൊതുവേ നിലമ്പൂരിലുണ്ട്. BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അവിടെ എം സ്വരാജ് വിജയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഒരു മൂന്നാം പിണറായി ഭരണവും അതുവഴി അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-4 സീറ്റുകൾ BJP-ക്ക് നിയമസഭയിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോൾ സ്വരാജ് ജയിച്ചു പോട്ടെ എന്ന് BJP കരുതുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാലും തെറ്റ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രചരണമാണ് BJP നേതൃത്വം അല്ലെങ്കിൽ BJP-ക്കാർ നിലമ്പൂരിൽ നടത്തുന്നത്. കാര്യമായ ഒരു നീക്കമോ അല്ലെങ്കിൽ പ്രചരണ പരിപാടികളോ ഒന്നും ഇതുവരെ BJP-യുടെ ഭാഗത്തു നിന്ന് തുടങ്ങി വയ്ക്കപ്പെട്ടിട്ടില്ല എന്നാണ് BJP നേതാക്കൾ തന്നെ അടക്കം പറയുന്നത്. നിലമ്പൂരിൽ BJP-ക്ക് കാര്യമായ വോട്ടില്ല, അല്ലെങ്കിൽ വലിയ സാന്നിധ്യമുള്ള സ്ഥലമല്ല അത്. ഒരു കഷ്ടിച്ചൊരു 10,000 വോട്ടും എത്ര കഷ്ടപ്പെട്ടാലും 10,000 വോട്ട് കൂടുതൽ പിടിക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല. പക്ഷേ BJP സ്ഥാനാർത്ഥിയെ നിർത്താനായി വളരെ വൈകിയാണ് ഈ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത്. കാരണം അവിടെ അറിയപ്പെടുന്ന BJP-ക്കാരെ ആരെങ്കിലും നിർത്തണമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പിന്നെ BDJS-ന് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതിനുശേഷമാണ് കേരള കോൺഗ്രസിൽ നിന്നും മാറി വന്ന ഒരു ക്രൈസ്തവ നേതാവിനെ BJP അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. കാരണം തലേ ദിവസം മെമ്പർഷിപ്പ് എടുത്ത് പിറ്റേ ദിവസം BJP-യിലെ സ്ഥാനാർത്ഥിയായി മാറുകയായിരുന്നു ആ സ്ഥാനാർത്ഥി. അത് ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ക്രൈസ്തവ വോട്ടുകൾ UDF-ന് പോകരുത്. അതിനുവേണ്ടി BJP നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്ത നീക്കമായിരുന്നു ഇതെന്നാണെന്ന് മനസ്സിലാക്കുന്നത്. ക്രൈസ്തവ വോട്ടുകൾ വളരെ നിർണായകമാണ് നിലമ്പൂരെ സംബന്ധിച്ചോളം. നമ്മളിത് പലതവണ ചർച്ച ചെയ്ത കാര്യമാണ്. 10% വരുന്ന ക്രൈസ്തവ വോട്ടുകൾ വളരെ നിർണായകമാണ്. ആര്യാടൻ മുഹമ്മദ് പലതവണ നിലമ്പൂരിൽ നിന്ന് ജയിച്ചു കയറിയിട്ടുള്ളത് അവിടുത്തെ ക്രൈസ്തവ സ്വാധീനം കൊണ്ടാണ്. പ്രത്യേകിച്ച് 2 പഞ്ചായത്തിലുള്ള വലിയ തോതിലുള്ള ക്രൈസ്തവ വോട്ടുകൾ കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് പലപ്പോഴും അവിടെ നിന്ന് ജയിച്ചു കയറാറുള്ളത്. എന്ന് മാത്രമല്ല, പലപ്പോഴും ലീഗുകാർ ആര്യാടൻ മുഹമ്മദിന് വോട്ട് ചെയ്യാറില്ല. ലീഗിന് പലപ്പോഴും ആര്യാടൻ മുഹമ്മദിന് വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദ് രക്ഷപ്പെടുന്നത് ഈ ക്രൈസ്തവ വോട്ടുകൾ കൊണ്ടാണ്. ആ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഷൗക്കത്തിന് വലിയ ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് വോട്ടിംഗ് പാറ്റേൺ തിരിച്ചുവിടുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരാളെ അവിടെ കൊണ്ടുപോയി നിർത്തിയതെന്നാണ് പൊതുവെ BJP-ക്കാർ അടക്കം പറയുന്നത്. ഏതായാലും അവിടുത്തെ പ്രചരണ പരിപാടികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, BJP-യുടെ പ്രചരണ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, എന്നാൽ സ്വരാജ് ജയിച്ചു പോട്ടെ എന്നുള്ള രീതിയിലാണ് ഈ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ചില BJP-ക്കാർ നമ്മളോട് പറഞ്ഞാൽ BJP നേതൃത്വം പറയുന്നത്. ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമായിരിക്കാം. കാരണം വെച്ചാൽ ഇവിടെ വീണ്ടും ഒരു മൂന്നാമതൊരു പിണറായി സർക്കാർ വരേണ്ടത് BJP-യുടെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇവിടെ UDF-ൻ്റെ അടിത്തറ കോൺഗ്രസിൻ്റെ അടിത്തറ അങ്ങനെ നിയമസഭയിൽ എത്തിപ്പെടാമെന്നുള്ള ഒരു 5-6 പേരോ നിയമസഭയിൽ കൊണ്ട് ഒരു MLA-മാരാക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് BJP നേതൃത്വം ഇരിക്കുന്നത്. ഏതായാലും നിലമ്പൂരിൽ BJP-യുടെ പ്രചരണ സംവിധാനത്തിന് വലിയ അനക്കമൊന്നും ആയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.